ഓണത്തെ വരവേൽക്കാൻ മാടായിപ്പാറയൊരുങ്ങി. പാറയിൽ വീണ്ടും നിറയെ കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. മലയാളികൾക്കെന്നും കൺകുളിർക്കെ ആനന്ദം നൽകി വിരിയുന്ന പൂക്കളുടെ ചിത്രം പകർത്താനും മറ്റുമായി നാനാഭാഗത്തു നിന്നും നിരവധി ആൾക്കാർ കുടുംബസമേതമാണ് മാടായിപ്പാറ സന്ദർശിച്ചു പോകുന്നത്. ഇക്കുറി മഴ കനത്തതോടെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറ നീലപ്പൂക്കളുടെ മേലാപ്പണിഞ്ഞു. സാധാരണ കർക്കിടക മാസത്തിലെ വാവുവേളയിൽ തന്നെ പാറയിൽ നീലപ്പൂ വിരിഞ്ഞു തുടങ്ങാറുണ്ട്. ഇതുകൂടാതെ പാറ നീലപ്പൂ, കൃഷ്ണപ്പൂ, തുമ്പപ്പൂ എന്നിവയും ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ണിന് ആനന്ദകരമായൊരു കാഴ്ച തന്നെയാണ്. കാക്കപ്പൂ ഓണത്തോടനുബന്ധിച്ചാണ് പാറയിൽ പൂത്തു നിൽക്കുന്നത്. ഇത് പ്രദേശത്തെ ആകെ നീല മേലാപ്പണിയിക്കും. ഏഴിമലയുടെ താഴ്വാരത്തിലെ ഈ നീലവസന്തം സഞ്ചാരികൾക്കും മറ്റുള്ളവർക്കും ഏറെ ആകർഷകവുമാണ്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഡ്രോസിറ ഇൻഡിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരപിടിയൻ സസ്യം മുതൽ മുക്കുറ്റി, വിഷ്ണുക്രാന്തി ഉൾപ്പെടെയുള്ള സസ്യങ്ങളും അനുഗ്രഹീതമായ മാടായിപ്പാറയിൽ വളർന്നു വരുന്നുണ്ട്. ദേശാടന പക്ഷികളുടെ വിരുന്നു കേന്ദ്രം കൂടിയായ മാടായിപ്പാറയിൽ പ്രകൃതി നിരീക്ഷണത്തിനും പഠനത്തിനുമായി ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിച്ചേരും. 300ഓളം സസ്യവൈവിധ്യങ്ങൾ മാടായിപ്പാറയിലുണ്ട്. ഓണക്കാലത്ത് മറ്റു നാടൻ പൂക്കളെ ആശ്രയിക്കുന്ന മലയാളികൾ മാടായിപ്പാറയിലെത്തുന്നതും പതിവാണ്. പ്രകൃതി കനിഞ്ഞരുളിയ ഈ ജൈവ ആവാസ കേന്ദ്രത്തെ തകർക്കാനുള്ള ശ്രമവും പല കോണുകളിൽ നിന്നും നടക്കാറുണ്ട്. മാത്രമല്ല, ഉല്ലാസത്തിനും മറ്റുമായി പാറയിലെത്തുന്നവർ വാഹനങ്ങൾ പുൽമേടുകളിലേക്ക് കയറ്റിയിടുന്നതും പാർസൽ ഭക്ഷണങ്ങളുടെ പാത്രങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും പാറയിൽ വലിച്ചെറിയുന്നതും നീലവസന്തത്തിന് ഏറെ ഭീഷണിയായി മാറാറുണ്ട്. എന്നിരുന്നാലും പൂക്കളുടെ ചിത്രം പകർത്താനും മറ്റുമായി നാനാഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് കുടുംബസമേതം മാടായിപ്പാറയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.